നമസ്കാരം. യുദ്ധങ്ങളിൽ ചിലപ്പോൾ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ വലിയ ശബ്ദമുയരുന്നത് ചോദ്യങ്ങളിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായി വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ വർഷങ്ങളായി ഉപരോധങ്ങളും ആക്രമണങ്ങളും സമ്മർദ്ദങ്ങളും നേരിട്ട ഒരു രാജ്യം എങ്ങനെ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു? പേർഷ്യൻ ഉൾക്കടലിന്റെ ആകാശത്ത് കത്തിയെറിഞ്ഞ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്ന് ലോകത്തോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അമേരിക്ക തിരിച്ചടിച്ചു, ഇറാൻ വീണ്ടും മറുപടി നൽകി. എന്നാൽ ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ കഥ മിസൈലുകളുടേതല്ല, മനോധൈര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും തന്ത്രങ്ങളുടെയും കഥയാണ്. ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിനു പിന്നാലെ ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ച് അമേരിക്ക രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്യായമായ പ്രകോപനത്തിന് ആനുപാതികമായ മറുപടിയാണ് തങ്ങൾ നൽകുന്നതെന്നാണ് US സെൻട്രൽ കമാൻഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് അമേരിക്കൻ കരസേനയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഹെലികോപ്റ്റർ തകർത്തത് ഇറാൻ ആണെന്ന് ആരോപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് തക്കതായ മറുപടി നൽകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപകടത്തിൽപ്പെട്ട 2 പൈലറ്റുമാരെയും രക്ഷപ്പെടുത്തിയതായാണ് വിവരം. മേഖലയിൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ US സൈന്യം ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യം ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ പുതിയ സൈനിക നീക്കം ഉണ്ടായിരിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും വരും മണിക്കൂറുകളിൽ കൂടുതൽ സൈനിക നടപടികൾ ഉണ്ടാകുമെന്നും US സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇറാന്റെ ശക്തി വെറും യുദ്ധവിമാനങ്ങളിലോ മിസൈലുകളിലോ ഒതുങ്ങുന്നില്ല. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഭരണകൂടം തകരാതെ നിലനിന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രം പരമ്പരാഗത സൈനിക ശക്തിയേക്കാൾ ദീർഘകാല ക്ഷീണ യുദ്ധം എന്ന ആശയത്തെയാണ് ആശ്രയിക്കുന്നത്. ചെലവേറിയ യുദ്ധത്തിലേക്ക് എതിരാളിയെ വലിച്ചിഴയ്ക്കുകയും അതിലൂടെ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അമേരിക്കയുടെ സാങ്കേതിക മികവിനെയും വ്യോമാധിപത്യത്തെയും ആരും നിഷേധിക്കുന്നില്ല. എന്നാൽ അടുത്ത കാല സംഭവങ്ങൾ കാണിക്കുന്നത് ഒരു ഹെലികോപ്റ്ററോ യുദ്ധവിമാനമോ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ സൈനിക ചെലവിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത് എന്നതാണ്. യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കൻ ജനാഭിപ്രായം, സഖ്യരാജ്യങ്ങളുടെ പിന്തുണ, സാമ്പത്തിക ബാധ്യത എന്നിവയും നിർണായക ഘടകങ്ങളായി അമേരിക്കയ്ക്ക് മാറും. ഇപ്പോൾ തന്നെ അമേരിക്കൻ സെനറ്റിനുള്ളിൽ ട്രംപിന്റെ സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് പോലും ഇറാൻ US യുദ്ധത്തിന്റെ പേരിൽ ഉയരുന്നത് കടുത്ത വിമർശനമാണ്. ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ അല്ലെങ്കിൽ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യാവുന്ന തരത്തിൽ ആ പ്രതിഷേധം വളരുന്നു എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. അതിനു പുറമെയാണ് യുദ്ധത്തിന്റെ സാമ്പത്തിക സൈനിക പ്രത്യാഘാതം അമേരിക്കയെയും മറ്റു രാജ്യങ്ങളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ ബാധിച്ചു തുടങ്ങിയത്. ഇതും ട്രംപിന്റെ ആത്മാഭിമാനത്തിനും രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനും ഒരുപോലെ പോറലേൽപ്പിച്ച സംഭവമാണെന്ന വിലയിരുത്തലും ശക്തമാവുകയാണ്. അതേസമയം അമേരിക്കയുടെ ശക്തി ചോർന്നു പോകുന്നു അല്ലെങ്കിൽ അമേരിക്ക നിലനിൽക്കില്ല എന്ന നിഗമനത്തിലെത്താൻ നിലവിലെ വിവരങ്ങൾ മതിയാകില്ല. അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. എന്നാൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ മടിക്കുന്നതിനെ ചില നിരീക്ഷകർ ദൗർബല്യമായി കാണുമ്പോൾ മറ്റു ചിലർ അതിനെ ചെലവും പ്രത്യാഘാതവും കണക്കുകൂട്ടുന്ന തന്ത്രപരമായ നിയന്ത്രണമെന്ന് വിലയിരുത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയമായി തോൽക്കുമോ എന്ന ചോദ്യത്തിനും ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ല. അത് യുദ്ധഭൂമിയിലെ വിജയപരാജയങ്ങൾ മാത്രമല്ല, അമേരിക്കൻ വോട്ടർമാർ ഈ സംഘർഷത്തെ എങ്ങനെ കാണുന്നു എന്നതും കൂടിയാണ് നിർണ്ണയിക്കുക. അവസാനം പേർഷ്യൻ ഗൾഫിൽ നിന്ന് നടക്കുന്നത് 2 സൈനിക പോരാട്ടം മാത്രമല്ല, അതൊരു മനഃശാസ്ത്ര യുദ്ധം കൂടിയാണ്. ഒരു വശത്ത് അത്യാധുനിക സാങ്കേതിക ശക്തി, മറുവശത്ത് പതിറ്റാണ്ടുകളുടെ ഉപരോധങ്ങളെ അതിജീവിച്ച പ്രതിരോധ തന്ത്രം. ആരാണ് ജയിക്കുക എന്നതിനേക്കാൾ എത്ര കാലം ആരാണ് തളരാതെ നിൽക്കുക എന്നതാണ് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ചോദ്യം. ആ വ്യക്തിയാണ് വിജയി.